പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം നമ്മൾ ഒരുമിച്ച് ദൈവപാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ വൈകിട്ടത്തെ സെഷൻ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ വേണ്ടി തൊടുപുഴ സെക്ഷൻ്റെ WMC പ്രസിഡൻ്റായിരിക്കുന്ന മോളി ബാബുമാൻ്റെ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ സെക്ഷൻ ആരംഭിക്കുന്നതായിരിക്കും, ഈവനിങ് സെക്ഷൻ ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് വൈകിയ വേളയിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ദൈവം സാധിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലത്തെ മീറ്റിങ്ങൊക്കെയും കർത്താവ് വളരെ അനുഗ്രഹമാക്കി തീർത്ത് വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ സ്വർഗത്തിൽ ദൈവം അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, നന്മകൾക്ക്, നമ്മൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നടത്തുന്ന ഒരു നല്ല കർത്താവ് നമ്മളോടുകൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ വൈകിയ വേളയിൽ നടക്കുന്ന മീറ്റിംഗ്, യാമത്തിൽ നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഒരാത്മീക പകർച്ചയും ഒരാത്മീക ശുശ്രൂഷയും ഇന്ന് രാത്രികാലം ഈ ഓഡിറ്റോറിയത്തിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മളോടുകൂടി ഇരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ഇവിടെ വചന ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസിയെ ശക്തമായി ദൈവം ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ എല്ലാ ശുശ്രൂഷകളെയും സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്ത് ചന്തമായി ഉചിതമായി ചെയ്ത് നമുക്ക് തരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ദൈവമേ, സകലത്തിൻ്റെയും നാഥനും ഉടമസ്ഥനുമായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം കർത്താവേ, ഹല്ലേലൂയ, ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവമായിരിക്കാൻ ദൈവം കൃപ നൽകിയത് ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ദിനങ്ങളിലൊക്കെയും ഞങ്ങളുടെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെയും മറുപടി തന്ന ഒരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വൈകിയ വേളയിൽ കർത്താവേ, പകൽക്കാലം നടന്ന മീറ്റിങ്ങുകളൊക്കെയും ഏറ്റവും അനുഗ്രഹമായി സന്തോഷമായി ആനന്ദമാക്കി തീർത്തതിനായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. വീണ്ടും ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ വൈകിയ വേളയിൽ അടുത്തു വരുന്നു. കർത്താവേ, ദൈവം ഞങ്ങളോട് അടുത്തു വരുമാറാകണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മക്കളും കടന്നു വന്ന് സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള ദൈവപ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൈന്യത്തിന് കഴിയാത്തത്, കർത്താവേ, ഹാലിലെ ശക്തിക്ക് കഴിയാത്തത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ ഇന്ന് രാത്രികാലം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും വലിയ പ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് ഇന്ന് പകൽക്കാലം രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പാടുവാൻ ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ആരാധിപ്പാനുള്ള ദൈവകൃപ ദൈവം നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. നമ്മെ രോഗികളായിരിക്കുന്നവർ, കർത്താവെ, പല വിഷയങ്ങൾക്ക് ഭാരപ്പെടുന്നവർ, ദൈവമേ, പല വിഷയങ്ങൾ കടന്നു വന്നവരുണ്ട്. കർത്താവേ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യവും ശക്തവും വ്യക്തവുമായി തന്നെ തൻ്റെ മക്കളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞവരായി ദൈവത്തെ ആരാധിപ്പാനുള്ള വലിയ ദൈവകൃപ ദൈവം നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവനാമ മഹത്വം സകലത്തിലും വെളിപ്പെടട്ടെ. കർത്താവേ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രത്യാൽ ദൈവമേ, സ്തോത്രം. അതിനെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസ്യ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവമേ, അങ്ങ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. വലിയ ദൈവകൃപ ദൈവ പരിശുദ്ധാത്മാവ് നൽകി കൊടുക്കണം. നല്ല ആലോചനക്കാരനായി ദൈവം കൂടെ ഇരിക്കണം. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് കർത്താവിൻ്റെ തിരുവചനങ്ങളെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണം. പ്രത്യാൽ ദൈവമേ, കർത്താവേ, അമ്മാമയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ദാസിയെ ദൈവമേ കൂടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവരെല്ലാം ശക്തിയോടെ ബലത്തോടെ നടത്തണമേ. ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഒരുമിച്ച്
അല്പസമയം ദൈവപാദപീഠത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ദൈവമേ വിടുതൽ അനുഭവിച്ചറിയുവാൻ അനുഭവങ്ങളിലൂടെ കർത്താവാരെന്ന് വീണ്ടും വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ കർത്താവേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ ഇന്ന് രാത്രികാലം വീണ്ടും സഹായിക്കണം ദൈവം. എല്ലാ മീറ്റിങ്ങുകളും ഏറ്റെടുത്ത് ദൈവം നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയന്ത്രണവും ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവകൃപയാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി കാണുന്നതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായിട്ട് ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട്. പുറകിൽ ഇരിക്കുന്ന എല്ലാവരും മുൻപിലേക്ക് കയറിയിരിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. ഈ പ്രോഗ്രാമിൻ്റെ ഉചിതവും ക്രമമായ നടത്തിപ്പിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. അതുകൊണ്ട് പുറകിലിരിക്കുന്ന സഹോദരിമാർ ദയവായിട്ട് മുൻപിലേക്ക് കയറിയിരിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാം ബഹുമാന്യരായ ദൈവദാസന്മാർ ദയവായി സ്റ്റേജിലേക്ക് കടന്നു വരുവാൻ ഇവിടുന്ന് അറിയിക്കുന്നു. എല്ലാ ശുശ്രൂഷകരും പ്രത്യേക സ്റ്റേജിലേക്ക് കയറി വരുവാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള സമയത്ത് വേർതിരിക്കുന്ന എല്ലാവർക്കും ഇരിപ്പിടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിനെ അതരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ദൈവം ചെയ്ത നന്മകൾക്ക് ഉപകാരങ്ങൾക്ക് കർത്താവിനെ സ്തുതിച്ച് യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്തുതികൾക്ക് യോഗ്യനായ കർത്താവേ, പുകഴ്ചകൾക്ക് യോഗ്യനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അപ്പാ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അണയുന്നു. നിന്റെ കൃപകൾ എത്ര വലുതാണ്. ഞങ്ങളുടെ കഴിവുകളല്ല, അങ്ങയുടെ കരുണയാണ്, അങ്ങയുടെ കൃപയാണ്. ആ മഹത്വത്തിനായി, ആ ശക്തിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹൃദയം നിറഞ്ഞൽപ്പം സമയം കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. നിൻ തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങേ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ ഉന്നതനാം യേശുവേ. വൻപാപഭാരമെല്ലാം വൻപാപഭാരമെല്ലാം നിൻ കൃപയാ നീക്കിയല്ലോ. വൻപാപഭാരമെല്ലാം നിൻ കൃപയാ നീക്കിയല്ലോ. നിന്നിതനാമന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ.
അവന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാ. കരങ്ങളെ ഉയർത്തി യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം ഹല്ലേലൂയ. യേശു രാജാവിനു, ഓ രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. അവനെ പോലെ ഉയർത്താൻ ഉലകത്തിൽ വേറെ ആരുമില്ല. അവൻ നമ്മുടെ രക്ഷാനായകനാണ്. വീട് തരുന്നത് കൊണ്ട്, കാർ തരുന്നത് കൊണ്ട്, നന്മകൾ തരുന്നത് കൊണ്ട്, ഭവനത്തിന് സമാധാനം നൽകുന്നത് കൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത്. ഒരു തിരിച്ചറിവിലാണ്, നമ്മുടെ ദൈവം മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ആമേൻ. എന്നും നന്മകൾ തന്നില്ലാലും വിടുവിച്ചാലും വിടുവിച്ചില്ലേലും, രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും, നന്മകൾ ഒരുക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ആ ഉറപ്പ് പ്രാപിച്ച ദൈവജനം ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി കർത്താവിന് കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് അല്പസമയം അന്യഭാഷകളിൽ ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കാൻ കൊതിക്കുന്നവർ, ഓ റബാലബ ശബ്ദുരദിൽ കനദലബേ റിഗദേ റിയ റിഗദ ശബ്ദര ദീവല വൈഡേ. ഹല്ലേലൂയ. ഓ പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ചേർന്ന് പാടാം. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റു പറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. ഓ വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റു പറയാം യേശുവിനെ, കർത്താതി കർത്താ. ശബ്ദമുയർത്തി ഓ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായുനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. ഓ സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായുനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും. ഹല്ലേലൂയ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഓ ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ
ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവൻ. ആമേൻ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ഓ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും. ഓ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഓ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും. ഓ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല. ഓ റബലബഷദനേ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം സാധാന്യ ശക്തിയെ. ആമേൻ. എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാധാന്യ ശക്തിയെ. ശബ്ദമുയർത്തി യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ. ഓരഭാനഗതേ ഓരവല ദുരവൈഡവരം ദേരിഗത ശബ്ദര ദീവല വൈഡവലം ദേരിഗതേ. ദൂരാജാ രിഗത ശബ്ദര ദീവല വൈഡവലം ദേരിഗതേ. റിയാ രിഗത റിവന രിഗത ശബ്ദര ദീവല വൈഡേ. ഓരവല ദുരദൽ ഗനദലവേ രിഗത ശബ്ദര ദീവല വൈഡവലം ദേരിഗതേ. റിയാ അടകൽ ഗനദേ റിയാ ദീവല വൈഡവലം ദേ. ഉടബൽ ഗനദ രിഗത ശബ്ദര ദീവല വൈഡവലം ദേരിഗതേ. റീവൽ ഗനദേ റിയാ രിഗത. ഓരവലത്തന വൈഡവലം ദേ രിഗത ശബ്ദര ദീവല വൈഡവലം ദേ രിഗതേ. ഉടബൽ ഗനദേ റിയാ അടക രിഗത ശബ്ദര ദീവല വൈഡവലം ദേ രിഗത രിഗത ശബ്ദര ദീവല വൈഡവനേ. ആരാധനയ്ക്ക് യോഗ്യനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ വിടുവിച്ച കർത്താവേ, അത്ഭുതത്തിന്റെ വഴികൾ തുറന്നു തന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇറങ്ങി നിന്നവനെ, ഇന്ന് രാത്രിയിൽ തന്റെ മഹത്വത്തോടെ ആരാധിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി ഈ ആലയത്തിൽ ഇറങ്ങി നിൽക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സഭ ഒരുമിച്ച് അവരുടെ നാഥനിൽ ആരാധിക്കുന്നു. ശബ്ദര ദീവല വൈഡവലം ദേ രിഗതേ. ഉടബൽ കനദ റീഗ ശബ്ദര ദീവൽ പ്രൗഢവലം ദേ. അടകൽ കനദേ റീഗ ശബ്ദര ദീവല വൈഡവലം ദേ രിഗത ഛാര രിഗത. അടകൽ കനദേ റീവല വൈഡവലം ദേ രിഗത ശബ്ദര ദീവൽ കനദേ. ഉടബൽ കനദ റീവല വൈഡവലം ദ രിഗത ശബ്ദര ദീവല വൈഡവലം ദേ. നീരാജ രിഗത ശബ്ദേ. ഓ രഗല തുരദേവല വൈഡവലം ദ രിഗത ശബ്ദര ദീവല വൈഡവലം ദ. റുഖാന രിഗത ശബ്ദര ദീവല വൈഡവലം ദേ.
ഹല്ലേലൂയ. ഓരഭാന വൈഡവലംദേ റിഗദ ശബ്ദര ദീപല വൈഡവലംദ റിഗദ ഉടവൽ കനദേ റീബല വൈഡവലംദേ റിഗദ ശബ്ദര ദീപൽ കനദേ അടകൽ കനദ റീബല വൈഡവലംദര ദീപൽ പ്രൗഢവലംദേ റിഗദ ശബ്ദര. ഹല്ലേലൂയ. ഓരിബാന ബശധുരാ ജഗസി തൽഖനാദിയ അടകൽ കനദ റീബല വൈഡവലംദേ റിഗദ ശബ്ദര. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയുടെ അളവറ്റ അപാരം കൊതിക്കുന്ന തന്റെ മക്കളുടെ മേൽ വാഗ്ദത്തം പോലെ സന്ദർശിക്കണമേ. പുതുഭാഷകൾ, പുതിയ കൃപാവരങ്ങൾ, ദൈവശക്തിയുടെ ജ്വലനം ജനങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ആരാധിക്കുന്ന മക്കളുടെ മേൽ സംഭവിക്കട്ടെ. ആത്മാവിൽ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ നിയോഗത്തിൽ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. ജനം വിടുതലുകൾ അനുഭവിക്കട്ടെ, ദൈവശക്തി അനുഭവിക്കട്ടെ. ഈ ക്യാമ്പ് ചിലരെ വ്യത്യസ്തരാക്കട്ടെ. അടരജലദഗ ശംധുരൽ കനാധരാജഗ ശംദൽ കന അടരാജൽ കന റീബൽ കനാധരാജഗ ശംദൽ കരേ ഉടൽ കനാധരാജഗ സി റബൽ കനാധരാജന റബാനഥ അഗരേ ജൽകനം ദുരേദഗ ശംദൽ പ്രൗഢവനം ധരാജന. യേശുവിന്റെ നാമത്തിന് ജയം, യേശുവിന്റെ നാമത്തിന് ജയം, യേശുവിൻ നാമത്തിൽ ജയം, യേശുവിൻ നാമത്തിൽ ജയം. ഹോ റബലബ ശംധുരാജഗ സിയാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിലിരിക്കാം. നമ്മളെ തന്നെ രാത്രികാലം ദൈവകരങ്ങളിൽ സമർപ്പിച്ച രാത്രികാലം കർത്താവിൻ്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ തീമിൻ പ്രകാരം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നുള്ള സമർപ്പണത്തോടെ ഇന്ന് രാത്രികാലം നമ്മൾ ദൈവസന്നിധി സമർപ്പിച്ച ആയിരിക്കുമ്പോൾ അടുത്തുടർന്നുള്ള നടക്കുന്ന ശുശ്രൂഷകളുടെയും അനുഗ്രഹത്തിനായിട്ട് കർത്താവിൻ്റെ ദാസൻ തുവയൂർ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷാബു ജോൺ പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, ഇന്ന് രാത്രികാലം എന്നോട് സംസാരിക്കണമേ, വചനം എന്നോട് ക്രിയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമ്മളായിരിക്കുമ്പോൾ കർത്തൃദാസൻ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ശിരസ്സുണക്കി ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ നന്ദി പറയുന്നു. അവിടുത്തെ പുത്രനിൽ കൂടെ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്ന എല്ലാ നല്ല ദാനങ്ങളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ആത്മപ്രവൃത്തികൾക്കായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ തിരുസന്നിധിയിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ WMCയുടെ കോൺഫറൻസിൻ്റെ 1-ാം ദിവസം രാവിലെ കാലം മുതൽ ശക്തിമേറിയ ആത്മപ്രവൃത്തി കർത്താവ് ഈ ജനത്തിന് മേലയച്ചിരിക്കുകയാൽ ഞങ്ങൾ തിരുസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലത്ത് ശിശുരുടെ ആരംഭ നിമിഷം മുതൽ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ കർത്താവ് ഞങ്ങളുടെ മേൽ അയക്കുന്നുവല്ലോ. ആത്മീയ ഗാനങ്ങൾ പാടി അങ്ങേ ആരാധിക്കുവാനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രികാലം ശുശ്രൂഷിക്കുന്ന ദാസിയെ അവിടുത്തെ ആത്മാവിൽ നിറച്ച് വചനത്തിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് ശക്തമേറിയ പ്രവൃത്തികൾ ഈ രാത്രികാലം ചെയ്തെടുക്കുവാൻ സ്വർഗമേ കൃപ നൽകി സഹായിക്കണമേ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാരെ, ഞങ്ങളുടെ സഹോദരിമാരെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്പനിമിഷം ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ആത്മാവിൽ വൻ കാര്യങ്ങളെ പ്രാപിക്കുവാൻ, വലിയവ നേടുവാൻ സ്വർഗമേ കൃപ നൽകി സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരിമാർക്ക് നേതൃത്വം നൽകുന്ന ശിഷ്യാൽ അവിടുത്തെ വിലപ്പെട്ട ദാസി അമ്മാലാൻറ്റിക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസിയെ ബലപ്പെടുത്തിയാട്ടെ മറ്റെല്ലാ സഹോദരിമാരെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം കൃപ നൽകി പരിപാലിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട 2 സെക്ഷനുകൾക്ക് ശേഷം രാത്രിയിലത്തെ സെക്ഷനിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ?
വളരെ സന്തോഷത്തോടെ ദൈവസേനയിൽ ഇന്ന് പകൽക്കാലമായിരിക്കാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥനയുടെ ഫലമൊന്ന് മാത്രമാണ് ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് ഇന്ന് രാത്രി കാലവും നമ്മൾ ഒരുമിച്ച് ദൈവസേനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ കർത്താവിൻ്റെ ദാസന്മാർ നമ്മളോട് ഒരുമിച്ചുണ്ട്. കർത്തദാസന്മാർ, വിവിധ സെക്ഷനുകളുടെ നേതൃത്വം കൊടുക്കുന്ന സെക്ഷൻ പ്രസിഡന്റുമാർ, അതുപോലെ കടന്നു വന്ന എല്ലാവർക്കും പ്രത്യേകാൽ നമ്മുടെ മറിയാമ്മയും അനിതാൻ്റെയും ഒക്കെ നമ്മുടെ മധ്യമുണ്ട്. അതുപോലെ ഇന്ന് രാത്രി കാലം വചനം സംസാരിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് സൂസൻ ആൻറ്റിയെ പ്രത്യേകാൽ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപ പിന്നെയും അനുഭവിച്ചറിയുവാൻ ഇന്ന് നമുക്ക് നൽകപ്പെട്ട ദൂത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നുള്ളതാണ്. അതിനെപ്പറ്റി വചനത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പൽക്കാലം നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. രാത്രികാലം ആ മറിയ കടന്നുപോയ മാനസികാവസ്ഥ, ആ മറിയയ്ക്ക് ലഭിച്ച ആ ഒരു ദൈവിക ദർശനം, പലപ്പോഴും നമുക്ക് ലഭിച്ച ദൈവിക ദർശനം മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ല. നമ്മളതിന്മേൽ എങ്ങനെയാ മറ്റുള്ളവരോട് പറയുന്നത് എന്നുള്ള ചിന്തയിലായിരിക്കും. എന്നാൽ സമർപ്പണത്തോടെ ആയിരുന്നാൽ ഒരു മഹത്വം കാണുവാൻ ദൈവം സഹായിക്കും. അതിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ നമ്മുടെ വേലസ്ഥലങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന സഭകളിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിപ്പാനും ഇന്ന് രാത്രികാലം ദൈവസ്ഥലിൽ നമ്മൾ സമർപ്പണത്തോടെ ആയിരിക്കുമ്പോൾ വചനം സംസാരിപ്പാൻ കർത്തദാസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്തദാസി ദീർഘവർഷങ്ങളായി റിയാദിൻ്റെ പ്രദേശത്ത് ആയിരുന്നു. അവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലൊക്കെ കർത്താവ് ശ്രേഷ്ഠമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കടന്നു വന്ന നൂറനാട് അല്ലേ ആൻറ്റി സ്ഥലം, ഇപ്പോൾ നൂറനാട് ആയിരിക്കുന്നു. കർത്തദാസിയെ ഇന്ന് രാത്രികാലം ദൈവം ഉപയോഗിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കുമ്പോൾ ആദരവോടെ ആൻറ്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സൂസൻ വർഗീസ് ആൻറ്റി. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ നമുക്ക് ഒന്നിച്ചു കൂടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കിയ വൻ കൃപകൾക്കായിട്ട് സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന WMCA കമ്മിറ്റി മെമ്പേഴ്സ്, പ്രത്യേകിച്ചും കർത്താവിൻ്റെ ദാസി മറിയാമ്മ ശമുവേൽ, അതുപോലെ സെക്രട്ടറി, ട്രഷറർ എന്നിവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തായിരിക്കുന്ന ദൈവദാസിക്കായിട്ട് സ്തോത്രം. അതുപോലെ ഇതിനകത്ത് ഇന്ന് രാത്രി സംബന്ധിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരിയായിട്ട് കടന്നു വന്ന എല്ലാ ദൈവദാസിമാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആമേൻ. നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് തന്നെയാണ് ഒരു അനുഗ്രഹം. ഹല്ലേലൂയ. ആമേൻ. ജനം കടന്നു വന്നില്ലെങ്കിൽ ഇനി എത്ര ആരെല്ലാം ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാലും ആമേൻ, ജനം കടന്നു വന്ന് അവരുടെ നടുവിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വരുന്നതാണ് ആമേൻ ഇന്ന് രാത്രികാലത്തിലെ അനുഗ്രഹം, വിടുതൽ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട കൊയറിനായിട്ട് സ്തോത്രം. കൊയർ ടീം ആമേൻ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുവാൻ ഇന്ന് രാത്രികാലം ദൈവം സഹായിച്ച വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങനെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നമ്മളോട് എന്താണ് സംസാരിക്കുവാനുള്ളത്? ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് എന്തു പറയുന്നുവോ അതനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തെ പിൻപറ്റുന്ന ഒരു ദൈവദാസി അല്ല ദൈവദാസൻ, ദൈവമക്കൾ. കർത്താവ് എന്തു പറയുന്നു അതനുസരിക്കുക. കർത്താവ് പറയുന്നത് എങ്ങനെയാ? വചനത്തിൽ കൂടി. ഹല്ലേലൂയ. ഈ പ്രമാണത്തിൽ നിൽക്കുന്നവരെയാണ് ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രി നോക്കുന്നത്. ആമേൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മിനിറ്റ് എന്നെ തന്നെ യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു എന്ന് പറയുന്നവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം സംസാരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ 26 വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി. സൗദി അറേബ്യയിൽ പോയി ഹല്ലേലൂയ ഞങ്ങൾ പാർക്കുന്ന ആ അൽഖർജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാരാധനയോ കൂട്ടായ്മയോ ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് അവിടെ കടന്നു ചെല്ലുവാനായിട്ട് ഇടയായത്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഏക ചിന്ത അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങണം. ഹല്ലേലൂയ. അവിടെ ഒരു ആരാധന തുടങ്ങണം.
ഒരാത്മാവിനെ എങ്ങനെ നേടിയെടുക്കാം, ഈ ഒരൊറ്റ ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൗദി അറേബ്യ എന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടി, പ്രത്യേകിച്ചും ദൈവമക്കൾക്ക് ദൈവദാസന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ട് അങ്ങനെയൊക്കെയുള്ളൊരവസരം ഉള്ള സമയമാണ്. എന്നാൽ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഹല്ലേലൂയ ഇന്ന് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറി. എങ്കിലും അവരവരുടെ ഫ്ലാറ്റിലാണ്. അവിടെ പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾക്കായിട്ടൊരു ഹോളില്ല, ഒരാലയമില്ല, ഒന്നുമില്ല. എന്നാൽ ഹല്ലേലൂയ അവരവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരവരുടെ ഭവനം തുറക്കാം. അങ്ങനെ ആമേൻ 26 വർഷക്കാലം കൊണ്ട് അടിയങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഞങ്ങൾക്ക് ആരാധിക്കുവാനും അനേകർക്ക് കടന്നു വന്ന് അവിടെ ആത്മാവിൽ ആരാധിക്കുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ സാക്ഷ്യത്തിൽ നിന്നിരിക്കുക. പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യങ്ങൾ അവിടുത്തെ ആത്മീക ആരാധനയെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ദൈവം നടത്തിയതല്ലാതെ, ദൈവം നിർത്തിയതല്ലാതെ ഹല്ലേലൂയ മറ്റൊന്നും പറയാനില്ല. നിന്നതല്ല, ദൈവം നിർത്തിയത് കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയം. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ വചനം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ ദാസിമാരും ഒക്കെ ഉണ്ട്, അല്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരെക്കുറിച്ചും ദാസിമാരെക്കുറിച്ചും ഒക്കെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ലേവ്യ പുസ്തകം 25-55 പറയുന്നത് പോലെ ആമേൻ, ദൈവമാണ് ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ദാസന്മാരായി ദൈവത്തിൻ്റെ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സേവകരായിരുന്നു. ദൈവത്തിൻ്റെ സേവകരെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സെർവൻ്റ്, ദൈവം എന്തു പറയുന്നോ അതനുസരിക്കുന്നവർ. ഇന്ന് നോക്കിയാലും യജമാനന്മാർക്ക് അല്ലെങ്കിൽ യജമാനത്തിമാർക്ക് ദാസന്മാരുണ്ട്, മനുഷ്യർക്കുണ്ട് ദാസിമാർ, അല്ലേ? ഹല്ലേലൂയ. മനുഷ്യർക്ക് ദാസിമാരുണ്ട്, ദൈവത്തിനും ദാസന്മാരുണ്ട്. മനുഷ്യരുടെ ദാസിമാരെ കുറിച്ച് നമ്മൾ ദൈവവചനം നോക്കുമ്പോൾ സാറായുടെ ദാസിയായ ഹാഗാർ, ആമേൻ, ഹല്ലേലൂയ, യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ ദാസിമാർ, ലേയുടെ ദാസിമാർ, ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ വചനം കാണുവാനായിട്ടിടയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം വീണ്ടെടുത്തു. ആമേൻ. സങ്കീർത്തനം 34:22 പറയുന്നുണ്ട്, ദൈവം തൻ്റെ ദാസന്മാരെ വീണ്ടെടുക്കുന്നു, അവൻ്റെ പ്രാണനെ തന്നെ വീണ്ടെടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സമർപ്പണമുള്ളവരാണെങ്കിൽ, ദൈവത്തിനു വേണ്ടി സമർപ്പണമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ദാസന്മാർക്ക് യാതൊരു ശിക്ഷയുമില്ല. അവൻ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടെടുക്കുന്നു. അവനെ ശരണമാക്കുന്നവർക്ക് ആർക്കും ശിക്ഷയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കടന്നു വന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു ഈ വചനത്തിൻ്റെ സത്യം അനുസരിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ദൈവകൃപ പ്രാപിപ്പാൻ, ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതുകൊണ്ട് ആ വലിയ ശിക്ഷാവധിയിൽ നിന്ന് നമ്മെ രക്ഷപ്പെട്ടു, അല്ലേ? ആമേൻ. ആ നിത്യ നരകത്തിലേക്ക് പോകേണ്ട ആമേൻ നമ്മെ നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കി തിരഞ്ഞെടുത്തത് നമ്മെ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ്. ദാസന്മാരായി വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണല്ലോ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് എത്ര പേർക്ക് അതിനകത്ത് സന്തോഷമുണ്ട്. ആമേൻ. ഈ ശിക്ഷാവിധിയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വീണ്ടെടുത്തുവല്ലോ എന്നോർക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൈവത്തെ നമുക്ക് എത്ര സ്തുതിച്ചാൽ മതിയാകും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഈ 2024 അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ഡിസംബർ 23 ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഇതിനകത്തിരിപ്പാൻ, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒന്നിച്ചു കൂടുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയ വൻകൃപകളെ ഓർക്കുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ. ഈ 2024 ആരംഭം കണ്ട എത്രയോ പേരാണ് പ്രിയമുള്ളവരെ ഈ അവസാന ദിവസം കാണാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. നമ്മൾ കോവിഡ് കാലമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ആമേൻ അനേക ഭവനങ്ങളെ നിലവിളിയും മുറവിളിയും ഉയർന്നു. ആ കോവിഡിൽ കൂടെയൊക്കെ കടന്നുപോയ പലരുമില്ലേ? ഞങ്ങളും സൗദി അറേബ്യയിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ആർക്കും കയറി വരാൻ പറ്റാത്ത ഒരു സാഹചര്യം. ആമേൻ. സഹായിക്കണമെന്ന് പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ആമേൻ എല്ലാവരും മരണത്തെ ഭയന്ന്
ആയിരിക്കുന്ന ഒരു രോഗമാണ് അന്ന് കടന്നു വന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചത് ദൈവമല്ലേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പലരെയും ജീവനോട് ശേഷിപ്പിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഭവനങ്ങളിൽ നിലവിളിയും മുറവിളിയും ഉയരേണ്ട സ്ഥാനത്ത് ശത്രു തകർത്ത് കളയുമെന്ന് പറഞ്ഞു വാതുകെട്ടി വെല്ലുവിളിച്ച സ്ഥാനത്ത് ആമേൻ ഇന്നും ജീവനോടെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ. ആമേൻ. ആകയാൽ നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് തൻ്റെ ദാസന്മാരോടല്ല ദാസിമാരോട് മനസ്സലിവ് തോന്നുന്ന ദൈവമാണ്. എന്തുകൊണ്ടാ ദൈവത്തിന് മനസ്സലിവ് തോന്നേ? അവൻ നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉടമസ്ഥനാണ്. കൃപബബ ശിഖലഘടക ഓ ധിരരിക റിബദന ഹന്തുൽ കടകദന രഗശബ. നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ മുട്ടുകുത്തുന്നവരാണ്. ഹല്ലേലൂയ. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ ദാസന്മാരോട് മനസ്സലിവ് കാണിക്കുന്നത് അവൻ നമ്മുടെ പിതാവും ഉടമസ്ഥനുമായതുകൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന സകലർക്കും അനേക നാളുകൾ കൊണ്ട് നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അനേക ദാസന്മാർ പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള വിഷയമാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ ചുമക്കുവാൻ ഒരു ഉദരത്തെ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസ് 1:28 മുതൽ 38 ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആമേൻ. അത് ചുരുക്കമായിട്ടങ്ങ് പറയാം. ദാവീദ് ഗൃഹത്തിൽ യോസഫ് എന്ന് പറയുന്ന പുരുഷന് ആമേൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയയുടെ അടുക്കിലേക്ക് ദൂതൻ വന്ന ആ വിഷയമാണ് ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൂതൻ അല്ലെങ്കിൽ ഒരു കന്യകയായ ഒരു യൗവനക്കാരിയായ മറിയയുടെ അടുക്കലേക്ക് വന്നിട്ട് ഈ ദൂതൻ്റെ ശബ്ദം, ദൂതൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. ദൈവശബ്ദം മറിയ കേൾക്കുകയാണ്. ഹല്ലേലൂയ. വന്നിട്ട് എന്താണ് പറയുന്നത്? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്തോ ഒരു ശബ്ദവാത്. പ്രിയമുള്ളവരെ, പലരും ഇതിനകത്ത് ദൈവശബ്ദം കേട്ട് കാണും. ആദ്യം ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു നടുക്കമില്ലേ? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ളൊരു യോഗ്യത. എത്ര പേര് ഇതിനകത്ത് ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു? കഴിഞ്ഞ നാളിൽ ദൈവശബ്ദം കേട്ടിട്ടുള്ളവര് ഹാലിൽ ഇതിനകത്തില്ലേ? പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ആരും സഹായിക്കുവാനില്ലാതിരുന്നപ്പോൾ ഹാലിലെ ഡോക്ടർമാർ തള്ളിയ കേസുകളുടെ നടുവിൽ ആമേൻ കൃപബബ ശിഖലഘടക അധനരഗദന ഹസ്തനദരക ഓ ധിരവര രഗജല ഹന്തുൽ കടക. ആമേൻ. കൃപ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പലരും തള്ളിക്കളഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ, പലരും കൈവിട്ട സ്ഥാനത്ത് ആമേൻ എന്നെ ആരൊന്ന് സഹായിക്കും, എന്നെ ആരൊന്ന് രക്ഷിക്കും, ആര് ഈ വിഷയത്തിൽ എനിക്കൊരു മറുപടി തരും, ആരെൻ്റെ സമീപം ഒന്ന് കടന്നു വന്ന് ഒരു വാക്കാശ്വാസം പറയും. ഹല്ലേലൂയ. എത്രയോ നാളുകൾ പല വിഷയങ്ങളുടെ നടുവിൽ സങ്കടത്തോട്, വേദനയോട്, കണ്ണുനീരോടായിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടി ദൈവശബ്ദം കേട്ടിട്ടില്ലേ? ഓ ഹല്ലേലൂയ. ഓ ദൈവദാസിയെ, മകളെ, നിന്നോട് തന്നെയാ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഓ നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ നിന്നെ ആര് സഹായിക്കുമെന്നോർത്ത് ഭാരപ്പെട്ടപ്പോൾ ഹല്ലേലൂയ നിന്റെ അടുക്കൽ ഇറങ്ങി വന്നൊരു ദൈവമില്ലേ? പ്രബദന രഗദന ഹംദല തുരബര രഗജല ഹത്തുല തിരരിക റിബബ ശിഖലഘടകേ തുരബര രഗജല ഹസ്തനദരക. ഹല്ലേലൂയ. മറിയയുടെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. പ്രിയമുള്ളവരെ, ഭൂമിയിൽ എന്തൊക്കെ ലഭിച്ചെന്ന് പറഞ്ഞാലും ആമേൻ, എത്ര ധനമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞാലും, പേരിൻ്റെ കൂടെ എത്ര ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും ആമേൻ, കൃപ ലഭിച്ചവളാണോ നിന്റെ അത്രയും ഭാഗ്യവതി ഭൂമി
ഭൂമിയിൽ വേറെ ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും, ഈ ലോകത്തിൽ ഒരുപക്ഷെ ധനമില്ലെങ്കിലും, ഈ ലോകത്തിൽ വിദ്യാഭ്യാസമില്ലെങ്കിലും, ആമേൻ, ഈ ലോകത്തെ സ്ഥാനമാനങ്ങളില്ലെങ്കിലും, ആമേൻ, നിന്റെ മേലൊരു കൃപയുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ മേലൊരു കൃപയുണ്ടോ? അതാ ഭൂമിയിൽ ഏറ്റവും വലുത്. ആമേൻ, ഹല്ലേലൂയ. അതിന് ഞാൻ തന്നെ ഒരു ഹല്ലേലൂയ അനുഭവ സാക്ഷിയാണ്. എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയോ പേരിൻ്റെ കൂടെ ഡിഗ്രിയോ കഴിവോ പ്രാപ്തിയോ ഒന്നും ഉണ്ടായിട്ടല്ല, ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നത് കൊണ്ട്, കുടുംബക്കാരും അറിയാത്ത ഒരു സത്യം, ഹല്ലേലൂയ, കുടുംബങ്ങളിലുള്ള ആർക്കും ആമേൻ കണ്ടെത്തുവാൻ കഴിയാത്ത ഈ സത്യം, ആമേൻ, ഏകയായിട്ട് എന്നെ ദൈവം എൻ്റെ ഭവനത്തിൽ നിന്ന് വിളിച്ചിറക്കി. ദൈവത്തിൻ്റെ ഒരു അഭിഷേകം എൻ്റെ തലമേൽ വീണതല്ലാതെ ഈ ലോകത്തിൽ കാണുന്ന ഒന്നും, ഹല്ലേലൂയ, ശാശ്വതമായി കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്ന ഒന്ന് എൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവം പകർന്നു തന്നതുകൊണ്ട്, അത് പ്രിയമുള്ളവരെ, ഞാൻ സമുദായത്തിൽ നിന്ന് വിശ്വാസ ജീവിതത്തിൽ വന്നതാ. എനിക്കൊരു പാസ്റ്റർമാരെ അറിയത്തില്ല, പെന്തക്കോസ്ത് എന്താണെന്നറിയത്തില്ല. ആമേൻ, ഒന്നും അറിയാത്ത ഒരു കാലയളവിൽ മാതാപിതാക്കളോ കുടുംബക്കാരും വിശ്വാസ ജീവിതത്തിൽ വന്നിട്ടില്ലാത്ത കാലത്ത്, ആമേൻ, ഒരു സഭയിൽ പോയിരുന്നല്ല, അല്ലെങ്കിൽ ആരെങ്കിലും കൈവന്ന് വെച്ചല്ല, ഞാൻ ദൈവസന്നിധിയിലിരുന്നപ്പോൾ, ഏകയായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് പകർന്നതാണ് ഈ അഭിഷേകം. ഹല്ലേലൂയ. ഈ അഭിഷേകമാണ് എന്നെ ഇവിടെ നിർത്തിയത്. ഹല്ലേലൂയ. ആമേൻ. 4 പേരുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നവളല്ലായിരുന്നു. ആരോടും ഒരു ഹല്ലേലൂയ കുറെ സംസാരത്തിനുള്ള വാക്സാമർത്ഥ്യമൊന്നും ഉള്ളവളല്ല. എന്നാൽ ഇന്ന് എൻ്റെ വാ തുറന്നത് എന്താണെന്നറിയാമോ? ഒരിക്കൽ എൻ്റെ മേൽ വീണ ഒരു അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. ദൈവസാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് മറിയയ്ക്ക് ആദ്യം തന്നെ ദൂതൻ വെളിപ്പെടുത്തുകയാണ്. മകളെ, നീ സാധാരണക്കാരി അല്ല കേട്ടോ. ആമേൻ, നീ സാധാരണ ഒരു വ്യക്തി അല്ല. ആമേൻ, ഇതിനകത്ത് കടന്നു വന്നവരാരും സാധാരണക്കാരല്ല. ഒരുപക്ഷെ ലോകം നിന്നെ മാനിക്കുന്നില്ലായിരിക്കാം, ലോകം നിനക്ക് വില തരുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ നീ ദൈവസന്നിധി ശ്രേഷ്ഠയാ. ഹല്ലേലൂയ. നീ ദൈവസന്നിധി ശ്രേഷ്ഠയാ. പ്രഭബബ ശിഖലഘടക അധനരഗധന ഹസ്തനദരഗ ഋഗൽ ഘടകധന ഋഗശബ. ദൈവസന്നിധി ശ്രേഷ്ഠയാ. പ്രിയമുള്ളവരെ, ഈ ശ്രേഷ്ഠ പദവിയിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ? എനിക്ക് ഭാഗ്യം തന്നില്ലേ? ഇതിൽ കവിഞ്ഞ് വേറെ എന്തുണ്ടൊരു ഭാഗ്യം? അതുപോലെ ആമേൻ, ആരും അറിയപ്പെടാത്ത കന്യകയായ ഒരു മറിയ, ഒരു ആമേൻ ഇസ്രായേലിലെ പെൺകുട്ടി. ഹല്ലേലൂയ. ആമേൻ, എത്രയോ പെൺകുട്ടികൾ ഇസ്രായേൽ രാജ്യത്തുണ്ടായിരുന്നു. ആരുടെയെങ്കിലും അടുക്ക ദൂതൻ ചെന്നോ? പക്ഷേ ഹല്ലേലൂയ, ദൈവം അയച്ചത് മറിയയുടെ അടുക്കിലേക്കാണ്. അത് നോക്കിക്കോണം. ഹല്ലേലൂയ. യോസഫിന് വിവാഹ നിശ്ചയം ചെയ്തു വെച്ചിരുന്ന ആമേൻ മറിയ, ഹല്ലേലൂയ, അവളുടെ ജീവിതത്തിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ, ആമേൻ, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം, ലോകത്തിൻ്റെ രക്ഷിതാവ് നിന്റെ ഉദരത്തിൽ പിറക്കും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അവിടെ അനേക പെൺകുട്ടികൾ ഉണ്ടായിരുന്നിട്ടും ദൈവം തിരഞ്ഞെടുത്ത ഒരു ഉദരം. ഹല്ലേലൂയ. ആമേൻ. ആ മറിയയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, അയ്യോ, ഞാൻ തന്നെ ഇത് ചുമക്കണമോ? എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാനൊരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തു വെച്ചവളാണ്, എൻ്റെ വിവാഹം മാറിപ്പോകും, ഹല്ലേലൂയ, എന്നെ കൊണ്ടിത് പറ്റത്തില്ല എന്ന് വേണേ പറഞ്ഞ് മറിയയ്ക്ക് മാറാമായിരുന്നു. എന്നാൽ മറിയയ്ക്കറിയാം ഈ ശബ്ദം മാനുഷിക ശബ്ദമല്ല. മറിയയ്ക്കറിയാം ഈ ശബ്ദം വെറും ഒരു വാക്കല്ല. ആമേൻ, ഈ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാ. എനിക്കിതിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത് അങ്ങനെ മറിയ ഏൽപ്പിച്ചു കൊടുത്തു. സമർപ്പണമുള്ള ഒരു മറിയ. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ അവിടുത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച്. ഈ മറിയ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിനൊരു കുറവും വരുത്തില്ല. ഹല്ലേലൂയ. യേശു കർത്താവിനെ ജനിപ്പിക്കുവാൻ ഒരു ഉദരം തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് ഹല്ലേലൂയ ആളുകൾ ആരും ഇല്ലാഞ്ഞിട്ടല്ല.
ആമേൻ. പക്ഷേ മറിയയുടെ ഉദരത്തിൽ യേശു ജനിക്കണമെന്ന് ദൈവം കണ്ടു. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരാളും മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് യേശു കർത്താവിൻ്റെ വേലയ്ക്ക് ആമേൻ ഒരു മുടക്കവും വരുത്തില്ല. ആമേൻ. ഒരു സൂസൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ 100 സൂസന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. പക്ഷേ നമുക്ക് ലഭിക്കാനുള്ള പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ആമേൻ പൂർണ്ണ സമർപ്പണമുള്ളവരായി ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, ഇന്നത്തെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. ഇന്നത്തെ അവസ്ഥ മാറ്റും. ആമേൻ. ഹല്ലേലൂയ. പേര് പോലും മാറ്റി എഴുതുന്ന ഒരു അനുഭവം മുമ്പിലുണ്ട്. പേര് പോലും മാറ്റി എഴുതിയിട്ട് നിനക്കൊരു പുതിയ പേര്, ആമേൻ, കല്ലിന്മേൽ കൊത്തിവെച്ച ഒരു പേര്, ആർക്കും മായ്ച്ചു കളയുവാൻ കഴിയാത്ത ഒരു പേര് ദൈവം തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. എന്നാൽ മറിയ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. മറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയില്ല. അവരെന്തോ പറയും, ഇവരെന്തോ പറയും, നാട്ടുകാരെന്തോ പറയും, അയ്യോ ഞാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവള, എൻ്റെ പുരുഷൻ്റെ വീട്ടുകാരെന്തോ പറയും, വിവാഹം മാറി ഇന്ന് രക്ഷിക്കപ്പെടുവാൻ സ്നാനപ്പെടുവാനായിട്ട് ഇറങ്ങി അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുന്ന ഉടനെ ആമേൻ പള്ളിക്ക് ശവക്കോട്ടയുണ്ടോ, ചർച്ചുണ്ടോ, ആലയമുണ്ടോ, ഇല്ലേ? ഹല്ലേലൂയ. അല്ല എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാ. ഇതൊന്നും അല്ല പ്രിയമുള്ളവരെ. ഒരുവന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, ദൈവമാണ് വിളിച്ചതെന്ന് ഹല്ലേലൂയ ഹൃദയത്തിൽ നിശ്ചയമുണ്ടെങ്കിൽ, ആമേൻ, അവിടെയും ഇവിടെ നോക്കിക്കൊണ്ട് ആരുടെ സപ്പോർട്ടില്ലെങ്കിലും, ആരുടെ നമുക്ക് ഒരു പ്രോത്സാഹനമില്ലെങ്കിലും, ദൈവത്തിൻ്റെ വാക്കാണോ നീ കേട്ടതെങ്കിൽ പൂർണ്ണമായിട്ട് അനുസരിപ്പാൻ ഏൽപ്പിച്ചുകൊട്. ഇന്ന് രാത്രി ഇവിടെ വന്ന് ആരും വെറും കയ്യോടെ പോകത്തില്ല. ആമേൻ. ആരെയും വെറും കയ്യോടെ ദൈവം അയക്കത്തില്ല. വേദനയോടെ, ഭാരത്തോടെ, ഞെരുക്കത്തോടെ, സങ്കടത്തോട് വന്ന ദൈവത്തിന്റെ പൈതലേ, ഓ ഇന്ന് നിന്നെ സങ്കടത്തോടെ മടക്കി അയക്കുന്ന ദൈവമല്ല. ഏതെല്ലാം വിഷയത്തിൻ്റെ നടുവിൽ ഭാരത്തോടാണോ ഇന്ന് രാത്രി ഇതിനകത്തായിരിക്കുന്നത്, തീർച്ചയായിട്ടും ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാണെന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കുന്ന ഒരു ദൈവമാണെന്നും, ഹല്ലേലൂയ, മാനുഷിക ചിന്തകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമാണെന്നും ഈ മറിയയുടെ സമർപ്പണ നിമിത്തം നമുക്ക് മനസ്സിലാക്കാം. മാനുഷിക ചിന്തകളല്ല ഇവിടെ. ഹല്ലേലൂയ. ആ മാനുഷിക ചിന്തകളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ദൂതൻ പറഞ്ഞത് അനുസരിച്ചു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആ മറിയയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ആമേൻ മറിയ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മറിയ ദൈവസന്നിധി സമർപ്പിച്ചു. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഒരു പുതിയ സമർപ്പണത്തിലേക്ക് കഴിഞ്ഞ നാളുകളിൽ സമർപ്പിച്ചവരായിരിക്കാം, ഏൽപ്പിച്ചു കൊടുത്തവരായിരിക്കാം. കർത്താവേ, എന്നാൽ ഇന്ന് രാത്രി കാലം എൻ്റെ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലൊന്ന് പകരേണ്ടതിന്, ഒരു പുത്തൻ അനുഭവത്തിൽ കൂടി പോകേണ്ടതിന്, ആമേൻ, അഭിഷേകത്തിൻ്റെ പുതിയ നിറവെൻ്റെ മേലൊന്ന് വരേണ്ടതിന്, ആമേൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രി കാലം ഞാൻ എന്നെ തന്നെ ഒന്ന് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കുവാൻ എത്ര പേരുണ്ട്? ഓ ജീസസ്, ഗ്ലോറി ബാബാ, ശിഖാരി ബാബാ ബാബാ, തിരരിക റിബദന ഹംദൽ കടകദന രഗശബ. ഇന്ന് രാത്രി ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്താൽ ഇന്ന് വരെ പ്രാപിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു അഭിഷേകം, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ചില കൃപാവരങ്ങളുടെ ശുശ്രൂഷ, ആത്മാവിന്റെ നിറവ് ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കട്ടെ. ഗ്ലോറി ബാബാ, ശിഖാരി ബാദാനസേ, തിരരിക ജലദന റീക. ആമേൻ. ഗ്ലോറി ബാബാ, ശിഖാരി ബാ, തിരരിക ജലദന റീക റീബാ ബാബാ, തിരരിക ജലദന റീക റീബാ ബാബാ, തിരപര രഗജല ഹത്തുലധാരക രേദന, തിരപര രഗജല ഹസ്തന തിരക രഗധരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തത് ചിലത് ഈ ദിവസങ്ങളിലെ ഈ മീറ്റിംഗ് നിമിത്തം ചിലരുടെ മേൽ ദൈവം പകരുകയാണ്. ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു അഭിഷേകം, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു ആത്മാവിൻ്റെ നിറവ്, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത പുതിയ കൃപ. ആമേൻ, ഹല്ലേലൂയ. ശുശ്രൂഷയുടെ മുഖത്ത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ. Glory Baba Shikari Badanase Tirariga Jalagadana Ragashaba Baba Baba Tirariga Jaladana Rika Lavo Turabaraga Jala Handal Kadage Tirariga Riba Baba. Hallelujah, hallelujah, hallelujah. Glory Baba Shikari Badanase. Hallelujah, hallelujah, hallelujah. Amen. വലിയൊരു ആത്മപകർച്ച. ആമേൻ. ഏലിയാവ് പറഞ്ഞതുപോലെ വലിയ മഴയുടെ ഒരു മുഴക്കമുണ്ട്. ഇന്ന് ചെറുതായി ചിലത് കാണുന്നതേ ഉള്ളൂ, കൈപോലെ ഒരു മേഘമേ കാണുന്നുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ മുമ്പേ വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്. ഓ, പെട്ടെന്ന് ദൈവാത്മാവ് ഹൃദയത്തിൽ കയറി വന്ന വിഷയമാണ്. ഗഹസിയോട് പറഞ്ഞു, നീ കടലിന്മേലെ ചെന്ന് നോക്കുക. ആമേൻ. 1-ാം പ്രാവശ്യം 2-ാം പ്രാവശ്യം ഒന്നും കണ്ടില്ല. എന്നാൽ 7-ാം പ്രാവശ്യം ഹല്ലേലൂയ. ഇതുവരെ കാണാത്ത ചിലത്, ഇതുവരെ അനുഭവിക്കാത്ത ചിലത്, ആമേൻ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില വിടുതൽ, ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ദൈവശബ്ദം. Glory Baba Shikariba Tirariga Jaladana Riga Lava Tirariga Riba Baba. Hallelujah, hallelujah, hallelujah. Praise the Lord. Hallelujah. Amen. Glory Baba Shikari Badanase Tirariga Jaladana Rigala. Hallelujah, hallelujah. Oh, Glory Baba Shikari Ba. Hallelujah, hallelujah, hallelujah. ഒരു വലിയ മഴയുടെ മുഴക്കം, ഒരു വലിയ മഴയുടെ മുഴക്കം, വലിയ മഴയുടെ മുഴക്കം, ഒരു വലിയ മഴയുടെ മുഴക്കം. ഹംദലധാരകരേതന രാജല ധാരകരേതന ഹത്തുലധാരകരേതന രാജല. Hallelujah, hallelujah. Glory Baba Shikari Badanase Hamdaladarega Redana Rajala Darega Redana Tirariga Jaladana. Hallelujah, hallelujah. Glory Baba Shikari Ba Tirariga Jaladana Rika Tirariga Jaladana Rika Riba Tirariga Jaladana Rika Tirariga Jaladana Rika Riba Baba Danase Hamdaladarega Redana. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രബദന രഗദന ഹംദൽ കടക Tirariga Jaladana Rika Lavo Tirabara Regajala Handal Kadaga Tirariga Jala
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ബാബ ഷിക്കാരീബ ദാനസേ ഹന്തലധാരക രേദന രാജലധാരക രേദന ഹത്തുലധാരക ഋഗലേ ഘടകേ ശന്തല ബൗഡേ തിരരിക ജലഘടകധന രഗശബ ഓ ധിരരിക റിബ ബബ തിരവര രഗജല ഹന്തുൽ ഘടകധന രഗശബ പുരാരിക ജലധന ഋഗൽ ഘടകേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മഹത്വം, മഹത്വം. പ്രിയമുള്ളവരെ, വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത അറിയിച്ചത്. ഹല്ലേലൂയ. ഞാൻ ആ വിഷയം ചിന്തിച്ചതേ അല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഹൃദയത്തിൽ പറഞ്ഞു, ആമേൻ, ചെറിയ ഒരു മേഘമേ ഇന്ന് നീ കാണുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. യാതൊരു പ്രതീക്ഷയ്ക്കും വഴിയില്ല, യാതൊരു തരത്തിലും ഒരു വിടുതലില്ല. ആമേൻ, യാതൊരു തരത്തിലും ഇതിനൊരു ഹല്ലേലൂയ സൗഖ്യം കിട്ടത്തില്ല എന്ന് വിചാരിച്ച് കടന്നു വന്ന ആമേൻ ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ചെറിയൊരു മേഘമേ കാണുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഹൃദയത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ചില സഭകളുടെ വളർച്ച മുൻപോട്ട് വിടാതെ വണ്ണം വളർച്ചയെ മുരടിപ്പിച്ച് ദൈവസഭയുടെ വളർച്ചയെ മുരടിപ്പിച്ച് ആത്മാക്കൾ കടന്നു വരുന്നതിന് തടസ്സം കൊണ്ടിട്ട്, ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ സഭയ്ക്കകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ ഈ നാളുകൾ വിടുതലെടുക്കട്ടെ. ജല തിരാരിക ജല ധന റികൾ കടവേ തിരാരിക ജല. Praise the Lord. Hallelujah, hallelujah, hallelujah. ആമേൻ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ആമേൻ ദൈവസഭയുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരാൻ പോവാം. ആമേൻ. ആത്മാക്കളുടെ ഒരു കവിഞ്ഞൊഴുക് വരാൻ പോവാ. ശുശ്രൂഷയ്ക്ക് മാറ്റം വരാൻ പോവാ. ഹല്ലേലൂയ, ആമേൻ. ഏലിയാവ് പറഞ്ഞതുപോലെ സംഭവിച്ചു. ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുമ്പാകെ ഓടി ആഹാബിനോട് പറഞ്ഞു, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഹല്ലേലൂയ, അതുകൊണ്ട് രഥം പൂട്ടി ഇറങ്ങിക്കൊള്ളുക. ആമേൻ. ആഹാബ് ആമേൻ കയറിയ രഥത്തെക്കാട്ടിലും മുന്നമേ ഏലിയാവ് ഓടി. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ചിലര് അതിരിട്ട് വരമ്പിട്ട്, ആമേൻ, നീ ഇവിടം വരെ വരാവൂ, നീ ഇത്രത്തോളം വന്നാ മതി, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അതിരിട്ട് വെച്ചേക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിരിട്ട് വെച്ചേക്കുക, ഇവിടം വരെ വന്നാ മതി, നിന്റെ തലമുറ ഇവിടം വരെ വന്നാ മതി. ആമേൻ. ഇതിനപ്പുറം അവർ ഉയരണ്ട, ഇതിനപ്പുറം അവർ മുൻപോട്ട് പോകണ്ട, ഇവിടം കൊണ്ട് നിർത്തണം, ഇവിടം കൊണ്ട് മതി എന്ന് പറഞ്ഞ് അതിരിട്ട് വരമ്പിട്ട് മുന്നോട്ട് വിടാതെ നിർത്തിയിട്ടിരിക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ ഈ നാളുകള് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി. ഹല്ലേലൂയ. ഗ്ലോറി ബാബ ഷിക്കാരീബ ദാനസേ ഹംദലധാരക രേദന രാജല തിരരിക റിബബബ തിരരിക ജലധന ഋഗൽ കടകധന രഗശബം. Praise the Lord, praise the Lord, hallelujah, hallelujah, hallelujah. ആമേൻ. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ആമേൻ. കർത്താവ് സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോകുകയാണ്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുക കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. സഭയുടെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുക, ശുശ്രൂഷയുടെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുക. ആമേൻ. അതിരുകൾ വിശാലമാക്കുന്ന ഒരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലും നടക്കത്തില്ല, ഇവിടം കൊണ്ട് നിൽക്കും, നിർത്തിയിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. നിർത്തിയിട്ടിട്ട് പോകാം, ഇവിടം കൊണ്ട് മതിയാക്കാൻ. എന്നാൽ മതിയാക്കരുത് കേട്ടോ, മതിയാക്കരുത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മറിയ അവിടം കൊണ്ട് മതിയാക്കിയിരുന്നെങ്കിൽ, അയ്യോ എനിക്കിത് കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇനി ലോകരക്ഷിതാവല്ല ആരാണെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മറിയ നിർത്തിയിട്ടിട്ട് പോയായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രസംഗം ഇവിടെ നടക്കത്തില്ല. ഈ പ്രസംഗം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഈ വിഷയം എടുത്തത് എന്തുകൊണ്ടാ?
മറിയ അനുസരിച്ചുകൊണ്ട്, മറിയ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട്, മറിയ സമർപ്പിച്ചു കൊടുത്തതുകൊണ്ട്. ചില ഭവനങ്ങളിലെ വിഷയങ്ങൾക്ക് മറുപടി എന്തുവാണെന്നറിയാമോ? ചില സഹോദരിമാരുടെ കണ്ണുനീരാ. ആമേൻ. ചില സഹോദരിമാരുടെ നിലവിളിയാ. ഹല്ലേലൂയ. ദൈവസന്നിധി നിലവിളിച്ച് കണ്ണുനീരോട് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഈ നാളുകളിൽ സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോകുകയാണ്. സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈ ഭാഗ്യം മറിയയ്ക്ക് ലഭിച്ചതുപോലെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സമർപ്പണമുള്ള ഒരു ദൈവദാസിയാകുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിനു വേണ്ടി വേല ചെയ്യുവാൻ വിളിക്കപ്പെടുമ്പോൾ കർത്താവ് എന്തു പറയുന്നു അത് അനുസരിപ്പാനാണ് നാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആമേൻ. ഈ വഴിയാത്രയിൽ പല ദുർഘടങ്ങൾ വരും. ആമേൻ. മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതികൂലങ്ങൾ വരും. ആക്ഷേപങ്ങൾ വന്നിട്ടില്ലേ? നിന്ദകൾ വന്നിട്ടില്ലേ? പരിഹാസങ്ങൾ വന്നിട്ടില്ലേ? എന്തെല്ലാം വന്നിട്ടും ഇട്ടേച്ചു പോകാത്തത് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വിളിയായതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വിളിയായതുകൊണ്ടാണ്. മനുഷ്യൻ വിളിച്ചായിരുന്നെങ്കിൽ എന്നെ ഇട്ടേച്ചു പോയേന്. മനുഷ്യ ശബ്ദം കേട്ടിരുന്നെങ്കിൽ എന്നെ ഇട്ടേച്ചു പോയിരുന്നേനും. പക്ഷേ കേട്ടത് ദൈവശബ്ദമാണ് കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ടത് ദൈവശബ്ദമായതുകൊണ്ട് പലപ്പോഴും ഇട്ടിട്ട് പോകത്തക്കവണ്ണം വിഷയം വന്നിട്ടില്ലേ? എങ്ങനെ മുൻപോട്ട് പോകും, എന്തായി തീരുമെന്നോർത്ത് പലപ്പോഴും ഭാരപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചപ്പോ ആമേൻ ആര് സഹായിക്കും, ആരെന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ ഇട്ടേച്ചു പോകാഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവശബ്ദം കേട്ടിറങ്ങി തിരിച്ചത് കൊണ്ടാ. രോഗം വരാഞ്ഞിട്ടാണോ? ആമേ നിന്ന വരാഞ്ഞിട്ടാണോ? പ്രതികൂലം വരാഞ്ഞിട്ടാണോ? ഇല്ലായ്മയും ദാരിദ്ര്യവും വരാഞ്ഞിട്ടാണോ? ഹല്ലേലൂയ. പല ഞെരുക്കത്തിൻ്റെ നടുവിൽ നിന്നപ്പോൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം സ്ഥിതിക്ക് ഭേദം വരുത്തിയില്ലേ? ഈ മറിയെപ്പോലെ ഒരു ദൈവദാസിയായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇപ്പം മറിയ ഉദരം ഏൽപ്പിച്ചു കൊടുത്ത, തൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ആ ഒരു അനുഭവത്തിൽ മറിയെ ദൈവം കണ്ടിരുന്നു. എന്നാൽ നമ്മെ ഓരോരുത്തരെയും ദൈവം ഇന്ന് കാണുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ഹല്ലേലൂയ അരുളപ്പാട് കേട്ടിട്ട് മറ്റുള്ളവരോട് അരുളപ്പാട് അറിയിക്കേണ്ടതിന് വേണ്ടി, കഷ്ടത്തിലും ഭാരത്തിലും വേദനയിലും ഇരിക്കുന്ന ഒരു ജീവിതത്തെ കാണുമ്പോൾ അവരോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാൻ, അവരോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, അനേകരെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുവാൻ ആമേൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ്. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒരു ദബോറയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും, ഒത്തിരി ദൈവദാസിമാരൊക്കെ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അനേക ദൈവദാസിമാരുടെ അനുഭവങ്ങൾ ഹല്ലേലൂയ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരുടെയും ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം പോകുമല്ലോ. ദബോറ എന്നൊരു വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ആ ദബോറ ഹല്ലേലൂയ ലപ്പീദോത്തിന്റെ ഭാര്യയായ ദബോറ ആമേൻ ഒരു പ്രവാചകയായിരുന്നു. അതുകൂടാതെ ഇസ്രായേലിലെ ഒരു ന്യായാധിപയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ന്യായാധിപൻ എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. പല തർക്കങ്ങളെ വാദങ്ങളെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഏത് വിഷയങ്ങളെയും പരിഹരിക്കുവാനായിട്ട് ഒരിടം കണ്ടെത്തും ഇല്ലേ? ഇന്നും ഉണ്ടല്ലോ കോടതികളും ആമേൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നും ലോകത്തിൽ മനുഷ്യരുടെ നടുവിലുണ്ട്. കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു തീർപ്പിന് വേണ്ടി, ഒരു പരിഹാരത്തിന് വേണ്ടി ചെന്നെത്തുന്ന സ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ ലപ്പീദോത്തിന്റെ ഭാര്യയായ ദബോറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൾ ന്യായാധിപ മാത്രമല്ലായിരുന്നു, ഒരു പ്രവാചകിയും കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. ഈ പ്രവാചകിയായ ദബോറ എഫ്രൈം മലനാട്ടില് ആമേൻ രാമയ്ക്കും ബേതേലിനും ഇടയിൽ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ കോടതി നടത്തിയവളാണ്. ഹല്ലേലൂയ. കോടതി നടത്തിയെന്ന് പറയുമ്പോൾ ന്യായപാലനം നടത്തിയവളായിരുന്നു. രാമയ്ക്കും ബേതേലിനും മധ്യേ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിലിരുന്നു കൊണ്ട് ആമേൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ദൈവത്തിൻ്റെ ആലോചന കേട്ട് ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ചിട്ട്
ജനത്തെ, ന്യായാധിപന്മാരെ, മറ്റുള്ള സൈന്യാധിപന്മാരെ ഒക്കെ അറിയിക്കുന്ന ഒരു ഡ്യൂട്ടി, അറിയിക്കുന്ന ഒരു ജോലി, അറിയിക്കുന്ന ഒരു വേല. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് കടന്നു വരാൻ പോകുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ദേശത്ത് കടന്നു വരാൻ പോകുന്ന വിഷയങ്ങൾ, അത് കണ്ടിട്ട്, അത് കേട്ടിട്ട്, ദൈവത്തിൽ നിന്നൊരു അരുളപ്പാടുണ്ടായിട്ട് സഭയ്ക്കകത്ത് ആ വിഷയം ദൈവദാസനോട് അല്ലെങ്കിൽ ദൈവമക്കളോട് പറഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് അല്ലേ? കഴിഞ്ഞ രാത്രി ഞാൻ ഇന്നതുപോലെ കണ്ടു, ഇന്നതുപോലെ ദൈവശബ്ദം കേട്ടു, ദൈവം എന്നോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സഹോദരിമാരെ, വാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സഹോദരിമാരെ, നമുക്ക് ഇന്ന ഭവനത്തിൽ ഒന്നിച്ചൊന്ന് കൂടാം. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ സഹോദരിമാർ ഒത്തിരി പേരുണ്ട്. 5 ഹോസ്പിറ്റലിൽ നിന്ന് സഹോദരിമാർ തന്നെ ആരാധനയ്ക്ക് വരുന്നത്, 5 ഹോസ്പിറ്റലിൽ നിന്ന്. ഇവരോട് ആരോടും ഞാൻ ലോകകാര്യം പറഞ്ഞ് ഇന്നേ വരെ ഇരിക്കാറില്ല. ക്രൈസ്തലോ, വ്യർത്ഥ സംസാരത്തിൽ ഇരിക്കാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കാണും ഇല്ലേ? എനിക്കതൊന്നുമല്ല. ഞാൻ ഇവരെല്ലാം കൃപയാൽ പറയുന്നത് അങ്ങ് കേൾക്കുന്ന യൗവനക്കാരായ ചെറുപ്പക്കാരായ സഹോദരിമാരൊക്കെയാണ്. ഞാൻ ചോദിക്കുക, എന്തിനാ വന്നിരുന്നത്? ദൈവത്തെ ആരാധിക്കാനാണോ വന്നേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചുണ്ണാമ്പ് തോക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കൈയടിക്കാൻ ആരോഗ്യം ദൈവം തന്നിട്ടില്ലേ? ശബ്ദമില്ലേ? ഹല്ലേലൂയ. വേറെ ഏതെങ്കിലും കാര്യത്തിന് അങ്ങോട്ട് ഇറക്കിക്കേ, എന്തൊരു ശബ്ദവാ. ആമേൻ. ഹല്ലേലൂയ. വേറെ എന്തെങ്കിലും കാര്യത്തിന് അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞ് എത്ര നേരം വേണമെങ്കിലും സമയം ചെലവഴിക്കും. ആമേൻ. ദൈവസന്നിധി കടന്നു വരുന്നതിന് സമയം പാലിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. 10 മണിക്കൊരു മീറ്റിംഗ് വെച്ചാൽ 10:30 11 ആയാലും പതുക്കെ അങ്ങ് ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഡ്യൂട്ടി ടൈമോ 7 മണിക്ക് പഞ്ച് ചെയ്യണമെങ്കിൽ 7 മണിക്ക് അവിടെ എത്തും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു പഞ്ച്വാലിറ്റി വേണം. കർത്താവിനെ ആരാധിക്കുന്നതിൽ മുൻസ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, ഹല്ലേലൂയ, ആണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി. ഇവിടെ ദെബോറ എന്ന് പറയുന്ന ആ ഹല്ലേലൂയ പ്രവാചകി അല്ലെങ്കിൽ ന്യായാധിപ, ഹല്ലേലൂയ, അവരുടെ അടുക്കലേക്ക് അനേകരിങ്ങനെ വന്ന് മാർഗദർശനം ചോദിക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ കാര്യത്തിനൊരു പരിഹാരം? എന്ത് ചെയ്യണം? എങ്ങനെ മുമ്പോട്ട് പോകണം? അപ്പോൾ അവളൊരു പ്രവാചകിയായിരുന്ന് ദൈവത്തിൽ നിന്ന് കേട്ട് തൻ്റെ ദാസന്മാരെ അറിയിക്കും. ഇസ്രായേൽ മക്കൾ പലപ്പോഴും അനുസരണക്കേട് കാണിച്ചു. ആമേൻ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് അവർ തിരിച്ചറിയാതെ മുമ്പോട്ട് പോയി. ഹല്ലേലൂയ. ആ സമയത്തൊക്കെ മറ്റുള്ള ഹല്ലേലൂയ അയൽ രാജ്യങ്ങൾ, അയൽ രാജാക്കന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെയും ഹല്ലേലൂയ ഇവരോട് യുദ്ധത്തിന് വരുന്നതായ അനുഭവത്തിൽ ദൈവശബ്ദം കേട്ട ദെബോറ ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ, സീസർ യുദ്ധത്തിന് വരുന്നുണ്ട്. ആരോടാ പറഞ്ഞത്? ബാരാക്കിനോട് പറഞ്ഞു. ഹല്ലേലൂയ. സീസർ യുദ്ധത്തിന് വരുന്നുണ്ട്. ഒരു പ്രവാചകി, ഒരു ന്യായാധിപ, അവളുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ബാരാക്ക് ഹല്ലേലൂയ യുദ്ധത്തിന് പോകാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാ? ഈ ദെബോറയ്ക്കുള്ള ധൈര്യവും അവളുടെ ആ തൻ്റെടവും ദൈവത്തിലുള്ള ആശ്രയവും ബാരാക്ക് കണ്ടിട്ട് ദെബോറയോട് പറയുകയാണ്, നീ കൂടെ എൻ്റെ കൂടെ വന്നാൽ ഞാൻ യുദ്ധത്തിന് പോകാം. ഹല്ലേലൂയ. ഒരു സ്ത്രീയെ ബഹുമാനിച്ചത് അതെന്തുകൊണ്ടാ? ഒരു ന്യായാധിപ ആയതുകൊണ്ട് മാത്രമല്ല, അവളുടെ മേൽ പകർന്ന ഒരു അഭിഷേകം കണ്ടിട്ട്, അവളുടെ മേൽ പകർന്ന ഒരു ദൈവകൃപ കണ്ടിട്ട്, അവളൊരു പ്രവാചകിയാണെന്ന് കണ്ടിട്ട്, അവൾ ദൈവാലോചന പറഞ്ഞു കൊടുക്കുന്നവളാണെന്ന് കണ്ടിട്ട്, ഹല്ലേലൂയ, ആമേൻ. ഒരിക്കലും അവളുടെ ധനമോ അവളുടെ സൗന്ദര്യമോ കണ്ടിട്ടല്ല ബാരാക്ക് കൂടെ വിളിച്ചത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ, ആമേൻ, നമ്മുടെ മേലൊരു ദൈവകൃപയുണ്ടെങ്കിൽ, ആമേൻ, ഒരു ശത്രുവിനും ജയിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആകയാൽ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇസ്രായേലിലെ ചരിത്രത്തിൽ ആ കാലഘട്ടത്തിൽ പ്രവാചകിയായി ന്യായാധിപതിയായി സേവനമനുഷ്ഠിച്ച ബൈബിളിലെ ഒരു പ്രധാന വ്യക്തിയാണ് ആര്? ദെബോറ. ഹല്ലേലൂയ. ആകയാൽ ദെബോറ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി ഒരു നേതാവായി തീർന്നു. ആമേൻ. ഇസ്രായേൽ പലപ്പോഴും ഐക്യതയില്ലാതിരിക്കുന്ന സമയത്താണ് ഈ അയൽ രാജ്യങ്ങൾ യുദ്ധത്തിന് വരുന്നത്. ഇന്ന് നമുക്ക് ഈ രാത്രികാലം പ്രിയമുള്ളവരെ അവരോരെ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട്, എൻ്റെ സഭയ്ക്കകത്ത് ഐക്യത നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ഒരിക്കലും കാരണമാകരുത്. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കണം? എൻ്റെ സാന്നിധ്യം സഭയ്ക്കൊരു അനുഗ്രഹമായിരിക്കണം.
നമ്മൾ എവിടെ കൂടുന്നോ നമ്മൾ ആ സഭയ്ക്ക് നമ്മുടെ സാന്നിധ്യം ഒരു അനുഗ്രഹമായിരിക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ദൈവസഭയ്ക്കകത്തൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും. ഇവിടെ ഹല്ലേലൂയ, സീസര എന്ന് പറയുന്ന യാബീൻ രാജാവിൻ്റെ സേനാപതി ഉണ്ടല്ലോ, 900 ഇരുമ്പ് രഥങ്ങളുള്ള ഒരു ഹല്ലേലൂയ സൈന്യാധിപനായിരുന്നു. ഈ സേനാപതി ഹല്ലേലൂയ യുദ്ധത്തിന് വരുന്നുവെന്ന്, ആമേൻ, നിങ്ങളുടെ നേരെ യുദ്ധത്തിന് വരുന്നുവെന്ന് ബാരാക്കിനോട് ഈ ദബോറ അറിയിച്ചു. ദബോറ ഒരു പ്രവാചകയായതുകൊണ്ട് ആ പ്രവചന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ബാരാക്കിനറിയാം ഇവളിത് വെറുതെ പറയത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് തന്നെയാണെന്ന് ഈ ഹല്ലേലൂയ ബാരാക്ക് മനസ്സിലാക്കി. ബാരാക്ക് പറഞ്ഞു, എന്നെ കൊണ്ട് തന്നെ പോകാൻ പറ്റത്തില്ല, എനിക്കതിനുള്ള കഴിവില്ല, എനിക്കതിനുള്ള ധൈര്യമില്ല. പലതും പറഞ്ഞ് പുറകോട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു വാക്കാണ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ ഒരു വാക്കാണ് മറ്റുള്ളവർക്ക് ധീരത പകരുന്നത്. ഇന്ന് രാത്രികാലം എങ്ങനെയുള്ള വാക്കാണ്? ആത്മാവിൽ നിറഞ്ഞ വാക്ക്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വാക്ക്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വാക്ക്. എവിടെ നിന്നും ലോകപ്രകാരമുള്ള വാക്കുകൾ പറഞ്ഞല്ല, ദൈവത്തിൽ നിന്ന് കേട്ട ദൈവശബ്ദമാണ് പലരെയും ആമേൻ ധൈര്യത്തോട് നടത്തുന്നത്. ഹല്ലേലൂയ. ധൈര്യഹീനരായ പലരും കടന്നു വരുമ്പോൾ മകളെ ധൈര്യപ്പെട്, ദൈവം നിന്നോട് കൂടെയുണ്ട്, ദൈവം വിഷയത്തിന് മറുപടി തരും. ആമേൻ, ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവദാസന്മാരോ കുടുംബങ്ങളോ ഭാരത്തോടിരിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ സഹോദരി, നിന്റെ ഒരു വാക്കുണ്ടല്ലോ അവരെ ധൈര്യപ്പെടുത്തും. അവരുടെ ഹല്ലേലൂയ മാനസിക ഭാരങ്ങൾ മാറ്റുവാൻ നിങ്ങളുടെ ഒരു വാക്ക് മതി. ഇന്ന് രാത്രി എത്ര പേരതിന് തയ്യാറാകും? ആമേൻ. ഈ ദബോറയെ പോലെ ധീരതയോടെ, വിശ്വാസത്തോടെ, ജ്ഞാനത്തോടെ, അവളുടെ ജ്ഞാനം അവിടെ എല്ലാം പ്രസിദ്ധമായിരുന്നു. ഒരു സൈന്യാധിപയോ അല്ലെങ്കിൽ ന്യായാധിപയോ ആയിരുന്നത് കൊണ്ട് മാത്രമല്ല ബാരാക്ക് അവളെ ബഹുമാനിച്ചത്. ബാരാക്ക് ബഹുമാനിക്കാൻ കാരണം ഹല്ലേലൂയ, ഇവൾ പറയുന്ന ദൈവാലോചന ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാ. ഇവളൊരു മാനുഷിക വാക്കു പറയുന്നവളല്ല. ആമേൻ. ഇന്ന് വരെ അവൾ വേണ്ടാത്തതൊന്നും സംസാരിച്ചിട്ടില്ല, വേണ്ടാത്തതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൾ പറയുന്ന വാക്കുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണെന്ന് ബാരാക്കിന് നന്നായിട്ട് അറിയാമായിരുന്നു. ദബോറ പറഞ്ഞു, സീസര 900 രഥങ്ങളുമായിട്ട് യുദ്ധത്തിന് വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നീ യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ബാരാക്ക് ദബോറയെ കൂടെ വിളിച്ചു. ദബോറ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ യുദ്ധത്തിനുണ്ടാകുന്ന മാനം നിനക്കല്ല, ഇതിൻ്റെ ബഹുമാനം കിട്ടുന്നത് എനിക്കായിരിക്കും. ഒരു സ്ത്രീയെ ആമേൻ ഹല്ലേലൂയ ഈ യുദ്ധത്തിൽ ദൈവം എടുത്തുപയോഗിച്ച് അവളുടെ വാക്കുകൾക്ക് വില കൊടുത്ത് അവൾക്കാണ് അവിടെ ബഹുമാനം ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, പലർക്കും ബഹുമാനം ലഭിക്കേണ്ടവർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ നിന്നെ ചില വിഷയങ്ങൾക്ക് ബഹുമാനം തന്ന് മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആകയാൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഈ രാത്രികാലം സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതനുസരിപ്പാൻ ഈ നാളുകളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആ മറിയെ പോലെ അനുസരണമുള്ളവളായി, സമർപ്പണമുള്ളവളായി ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ വേണമെങ്കിൽ ഹല്ലേലൂയ ഈ യോസഫ് ഉപേക്ഷിച്ചു പോകുമെന്ന് മറിയയ്ക്ക് ഹല്ലേലൂയ കരുതാമായിരുന്നു. യോസഫ് ഉപേക്ഷിച്ചു പോയാലും വേണ്ടിയില്ല, എൻ്റെ കർത്താവിനെ ചുമക്കുവാൻ എൻ്റെ ഉദരം ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞു. ഒരു യോസഫ് ഹല്ലേലൂയ ആമേൻ. യഹൂദ പെൺകുട്ടികളുടെ ഇടയിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ 1 വർഷത്തേക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ ഈ യോസഫ് ആ മണവാട്ടി പെൺകുട്ടിക്ക് വേണ്ടിയുള്ള വീട് ഒരുക്കുവാൻ വേണ്ടി പോയതുപോലെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരു വീട് ഒരുക്കാൻ പോയിരിക്കുകയാണ്. നമ്മുടെ മണവാളൻ വേഗം വരും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആമേൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ വീട്ടിൽ നമ്മളെയും ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ മണവാളൻ വേഗം വരും. ഈ മണവാളനെ ആ മണവാളിന് വേണ്ടി കാത്തിരിക്കുവാൻ എത്ര പേർ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. കൃപ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. ദൂതൻ ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി ഇവിടെ ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുക സദാ സന്നദ്ധരായി നേടുന്നേ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ
ഹല്ലേലൂയ പാടിടും ഞാൻ സുപ്രവസ്ത്രധാരിയ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ആത്മനിറവോടെ വചനം സംസാരിച്ച് നമ്മയൊക്കെയും ആത്മാവിൽ ഒന്നുകൂടി ഉണർത്തിയതായ കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയും ആ കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പാസ്റ്റർ ജേക്കബ് ജോൺ ദയവായി മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കണം എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. അല്പം അനൗൺസ്മെൻ്റ് ഉണ്ട്. 7:30 ഡിന്നർ, 8:30 മുതൽ 10 വരെ ടാരി മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ കാത്തിരിപ്പ് യോഗം നടത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ റിവൈവൽ മീറ്റിംഗ് എന്ത് വേണമെന്ന് പേര് പറയാം. നിങ്ങളിൽ താല്പര്യമുള്ളവരൊക്കെ ഈ ഹാളിലേക്ക് മടങ്ങി വരണം എന്ന് ഓർപ്പിക്കുന്നു. 10 മണിയാകുമ്പം എല്ലാവരും അവരവരുടെ കിടക്കലിലേക്ക് പോകുവാൻ ശ്രദ്ധിക്കണം. ആരും വർത്തമാനം പറഞ്ഞിരുന്ന് നാളെ പകൽ ഇവിടെ വന്നിരുന്ന് ഉറങ്ങാനിടയാകല്ലേ. അതുകൊണ്ട് ഇന്ന് രാത്രി 10 മണിക്ക് എല്ലാവരും കയറി കിടന്നുറങ്ങണം. രാവിലെ 8 മുതൽ 9 വരെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ സെഷൻ 9 മണിക്ക് ആരംഭിക്കും. നമ്മുടെ മീറ്റിംഗ് 1 മണിക്ക് തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. നാളത്തെ മീറ്റിങ്ങും ധന്യമായി തീരേണ്ടതിന് എല്ലാവരും പ്രാർത്ഥനയോടെ നാം കടന്നു വന്ന നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുവാൻ, ഒരു സമർപ്പണത്തോടെ മടങ്ങിപ്പോവാൻ, കർത്താവ് എന്താഗ്രഹിക്കുന്നുവോ ആ മണ്ഡലത്തിൽ എത്തിച്ചേരേണ്ടതിന് നമ്മെ സമർപ്പിക്കുവാൻ ഒരുക്കമാകേണ്ടതിന് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം കിടന്നുറങ്ങാം. പ്രാർത്ഥനയോടെ കടന്നു വരാം. പാസ്റ്റർ ജേക്കബ് ജോൺ ഇപ്പോൾ വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. നമ്മുടെ WMCയുടെ ട്രഷററിൻ്റെ ഹസ്ബൻഡാണ്. കർത്താവിൻ്റെ സന്നിധാനത്തിൽ തലവള വണക്കം നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മ കൂടെ ഈ രാത്രി വേളയിൽ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ. ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്, നമ്മൾ കേൾപ്പിച്ച നല്ല ദൈവിക വചനങ്ങൾക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്, പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടതിനാൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിവേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവ് ഈ പ്രഭാതത്തിൽ ആരംഭിച്ച WMCയുടെ വാർഷിക സമ്മേളനം പകൽ വേളയിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, എല്ലാ പ്രോഗ്രാമുകളിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിയുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിച്ച ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിവേളയിലും തിരുമുഖത്തേക്ക് നോക്കി അങ്ങയുടെ പാദപടത്തിലായിരിക്കാൻ സ്വർഗ്ഗത്തിലെ കർത്താവ് ഞങ്ങളെ സഹായിച്ച കർത്താവിൻ്റെ വിശ്വസ്തകൾക്കായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിവേളയിലും കർത്താവെ, ഞങ്ങൾ കേട്ടതായ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അടുത്ത് വരുന്ന പിതാവേ, ഹല്ലേലൂയ. കൃപ വിളയുന്നുള്ള ആ ദൈവിക വചനപ്രകാരം ഈ നാളുകളിൽ അർഹിക്കാത്ത കിടന്ന സ്ഥാനത്ത് ഞങ്ങളെയും കർത്താവ് തേടി വന്ന ദൈവസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവേ, കർത്താവിൻ്റെ ദാസി എന്നുള്ള ആ മനോഭാവത്തോടുകൂടെ, ദാസ്യ മനോഭാവത്തോടുകൂടെ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ദാസ്യ ശക്തമായി ഈ രാത്രിവേള ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ച ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ WMCയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹമാക്കിയല്ലോ. നേതൃസ്ഥാനത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവിനെ ബലപ്പെടുത്തുന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സെഷനുകളിൽ സഭകളിൽ നടക്കുന്ന എല്ലാ WMC പ്രവർത്തനങ്ങളും അനേക സഹോദരിമാർക്ക് ആശ്വാസത്തിനും വിടുതലും കാരണമായി തീരുവാൻ, ഹല്ലേലൂയ, ഒരു പുത്തൻ അഭിഷേകത്തോടുകൂടെ പുതിയ കൃപയോടുകൂടെ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കർത്താവിൻ്റെ കൃപ ഞങ്ങളെ സൂക്ഷിച്ചാട്ട് ജയത്തോടെ നടത്തിയാട്ട് കൃപയിൽ ഞങ്ങളെ പൊതിയണം. മാനമുഹത്വം അർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന ഇടിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിച്ച വഴി നടത്തിയ വിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസം, നമ്മ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളിലും വരും നാം ഓരോരുത്തർ ലോകമെമ്പാടും നോക്കി പാർക്കുന്ന സകല വിശുദ്ധ ജനത്തോടും WMCയുടെ പ്രവർത്തനങ്ങളോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം രാത്രി വേള ചെയ്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ.